ഒരു ക്വസ്റ്റ്യൻ പറയണത് കമ്പ്യൂട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫോർ ഗ്രേഡ് ഓഫ് 6 സ്റ്റുഡൻസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് ദാറ്റ് റോ ഈക്വൽ ടു 0 എഗെയിൻസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് റോ നോട്ട് ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഇവിടുത്തെ ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ എന്താണ് എഴുതുക, എച്ച് നോട്ട് ഈക്വൽ ടു റോ ഈക്വൽ ടു 0, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് റോ നോട്ട് ഈക്വൽ ടു 0 ആണ് എഴുതുക. അത് ഫിക്സഡ് ആണ്. ഇനിയിപ്പോൾ യൂസ് 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓൾറെഡി പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയെന്നുള്ളൂ. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് r√(n-2)/√(1 - r) കിട്ടാൻ എന്താ ചെയ്യുക, s((s)(y)/√(s)(x) × s((y)y). അതിൻ്റെ ഫോർമുല എഴുതുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. s((x)) എങ്ങനെ കിട്ടുക, ((x)((x))/n. s((y)y) എങ്ങനെ കിട്ടുക, ((y)((y))/(y)((n). s((xy) എങ്ങനെയാണ്, ((xy) - അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്തപ്പോൾ ടിയുടെ വാല്യൂ 0.49 കിട്ടി. ടി ഓഫ് 0.05 ഇവിടെ 5 അല്ല വരേണ്ടത്, 4 ആണ് കേട്ടോ. അപ്പോൾ ഞാനതവിടെ തെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് ടേബിളിൽ കണ്ടുപിടിക്കുക. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആയിരിക്കും. അത് എക്സെപ്റ്റ് എച്ച് നോട്ട്. ഇനി നമുക്കുള്ളത് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്. ഇത്ര നാളെ H1 മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് H1 മാത്രമല്ല, H2 കൂടി കയറി വരും. അപ്പോൾ അതിൽ തന്നെ 4 മോഡൽസാണ് പരിചയപ്പെടാനുള്ളത്. ഫസ്റ്റ് ഓർഡർ മോഡൽ y ഈക്വൽ ടു β0 പ്ലസ് β1 h1 പ്ലസ് β2 h2 പ്ലസ് എപ്സിലോൺ. അടുത്തത് പറയുന്നത് സെക്കൻഡ് ഓർഡർ നോ ഇറ്ററേഷൻ മോഡൽ. ഈ ഫസ്റ്റ് പറഞ്ഞ ടേംസ് എന്തായാലും എവിടെ ഉണ്ടാവും, ഈ പറഞ്ഞ സെക്കൻഡ് ഇക്വേഷനിലുണ്ടാവും. അതെല്ലാ ഇക്വേഷനിലും ഉണ്ടാവും. ഇവിടെ എന്ത് വരുന്നുണ്ട്, h1ൻ്റെ h2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ ടേംസും കൂടി കടന്നു വരുന്നുണ്ട്. മൂന്നാമത്തത് പറയുന്നത് എന്താ, സ്ക്വയറിൻ്റെ ടേംസ് ഇല്ല, അങ്ങനത്തെ ടേംസ് കാണുന്നില്ല. h1 h2 കോമ്പിനേഷനിലുള്ളതാണ് വന്നേക്കണത്. നാലാമത്തെ ടേമിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൂടി കടന്നു വരികയാണ്. അപ്പോൾ y ഈക്വൽ ടു β0 പ്ലസ് β1 h1 പ്ലസ് β2 h2 പ്ലസ് β3 h1 സ്ക്വയർ പ്ലസ് β2 h2 സ്ക്വയർ പ്ലസ് β5 h1 h2 പ്ലസ് എപ്സിലോൺ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എവിടെ എ സെറ്റ് ഓഫ് എക്സ്പെരിമെൻ്റൽ റൺസ് വാസ് മെയ്ഡ് ടു ഡിറ്റർമിൻ എ വേ ഓഫ് പ്രെഡിക്റ്റിംഗ് കുക്കിംഗ് ടൈം ഓഫ് y അറ്റ് വേരിയസ് വാല്യൂസ് ഓഫ് ഓവൻ വിഡ്ത്ത് h1 ആൻഡ് ഫ്ലൂ ടെമ്പറേച്ചർ h2. ദ കോഡഡ് ഡാറ്റ വെർ റെക്കോർഡഡ് ആസ് ഫോളോസ് y h1 h2. അത് നമുക്ക് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ. അപ്പോൾ എന്താണ് തന്നിട്ടുള്ള, β0 പ്ലസ് β1 h1 പ്ലസ് β2 h2. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, β0 ക്യാപ്പ് പ്ലസ് β1 ക്യാപ്പ് h1 പ്ലസ് β2 ക്യാപ്പ് h2 ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. β1 ക്യാപ്പ് എങ്ങനെയാണ് കണ്ടിരുന്നത്, ശരിക്കും β1 ക്യാപ്പ് എങ്ങനെയാണ് h((x)y)/s((x)). ഇവിടെ എന്തും കൂടി വന്നിട്ടുണ്ട്, h1 അല്ലേ ഉള്ളത്. അപ്പോൾ h1 ഉള്ളിടത്ത് എന്ത് ചെയ്യുക, h ഉള്ളിടത്തൊക്കെ h1 ഇട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ ഫോർമുല. അതേപോലെ തന്നെ s((x1y)ൻ്റെ ഫോർമുല എന്താവും, ((h1y) മൈനസ് ((h1y)((y)) n എന്നുള്ളത് /10 ആവും. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതേപോലെ തന്നെ s((h1) എങ്ങനെ കാണാം,
ആദ്യം നമ്മൾ എന്താ ആലോചിക്കണേ, എസ് ഓഫ് എച്ച് എക്സ് എങ്ങനെയാണ് കണ്ടിരുന്നത്? സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ എൻ. ആ എക്സ് ഉള്ളിടത്തൊക്കെ ഒരു 1 ഇട്ട് കൊടുക്കുക. അത് കണ്ടോ, സമ്മേഷൻ എക്സ് 1 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ അടിയിൽ എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ബീറ്റ 2 ക്യാപ്പ് അതെങ്ങനെയാണ് കാണുക? എസ് ഓഫ് എക്സ് വൈ ബൈ എസ് ഓഫ് എക്സ് എക്സ്. ആ എക്സ് പിന്നെന്താണ്, ആ എക്സ് ഉള്ളിടത്തൊക്കെ 2 ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സ് 1 സ്ക്വയർ എക്സ് 2 സ്ക്വയർ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ വാല്യൂ എസ് ഓഫ് എക്സ് 2 വൈ എങ്ങനെ കാണാം? നേരത്തെ പറഞ്ഞ പോലെ സമ്മേഷൻ എക്സ് വൈ ബൈന് സമ്മേഷൻ വൈ ബൈ എന്നിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2 ഇട്ട് കൊടുക്കുക, എക്സ് 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇതാണ് സമ്മേഷൻ എക്സ് 2ൻ്റെ വാല്യൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റ നോട്ട് ക്യാപ്പ് മുന്നിങ്ങനെ ചെയ്തിരുന്നത് വൈ ബാർ മൈനസ് എക്സ് ബാർ ബീറ്റ 1 ക്യാപ്പ്. ഇവിടെ അങ്ങനെ മാത്രമല്ല, വൈ ബാർ മൈനസ് എക്സ് 1 ബാർ ബീറ്റ 1 ക്യാപ്പ് മൈനസ് ബീറ്റ 2 ക്യാപ്പ് എക്സ് 2 ബാർ. അത് ചെയ്യാം. എന്നിട്ട് കിട്ടിയ എല്ലാ വാല്യൂസ് വൈ ഈക്വൽ ടു ബീറ്റ നോട്ട് ക്യാപ്പ് പ്ലസ് ബീറ്റ 1 ക്യാപ്പ് എക്സ് 1 പ്ലസ് ബീറ്റ 2 ക്യാപ്പ് എക്സ് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്തത് നോക്കുക, ഒബ്സർവേഷൻ ഓൺ yield ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടേക്കൺ അറ്റ് വേരിയസ് ടെമ്പറേച്ചർ വർ റെക്കോർഡഡ് ആസ് ഫോളോസ്. എക്സും വൈയും തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്ന പ്ലോട്ട് ഡാറ്റ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടോ, ഇതിൽ പ്ലോട്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? 150 വരുമ്പോൾ 75.4 ഇവിടെ വന്നിട്ടുണ്ട്. 150 വരുമ്പോൾ 81.2 ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. 200 ഇപ്പോൾ വരുമ്പോൾ 85.5 അതിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സിനും വൈനും കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ പ്ലോട്ട് ചെയ്തു. ദസ് ഇറ്റ് അപ്പിയർ ഫ്രം പ്ലോട്ട് ആസ് ഇഫ് ദ റിലേഷൻഷിപ്പ് ഈസ് ലീനിയർ. അതവിടെ നിൽക്കട്ടെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫിറ്റ് എ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആൻഡ് ടെസ്റ്റ് ഫോർ ലാക്ക് ഓഫ് ഫിറ്റ്. അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിറ്റ് എ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആൻഡ് ടെസ്റ്റ് ഫോർ ലാക്ക് ഓഫ്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കണ്ടുപിടിക്കണം? വൈ ഈക്വൽ ടു ബീറ്റ നോട്ട് ക്യാപ്പ് പ്ലസ് ബീറ്റ 1 ക്യാപ്പ് എക്സ്. അത് കണ്ടുപിടിക്കണം. ബീറ്റ നോട്ട് ക്യാപ്പും ബീറ്റ 1 ക്യാപ്പ് എക്സ് ഒക്കെ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്? ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക ബീറ്റ 1 ക്യാപ്പ്. അതിൻ്റെ ഫോർമുലയാണ് എസ് ഓഫ് എക്സ് വൈ ബൈ എസ് ഓഫ് എക്സ് എക്സ്. എസ് ഓഫ് എക്സ് വൈ എങ്ങനെ കിട്ടുക? സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ബൈ എൻ. സമ്മേഷൻ എക്സ് വൈയുടെ വാല്യൂ ആണ് 239,530 മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ബൈ 12. അങ്ങനെ ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ബീറ്റ 1 ക്യാപ്പ്. ബീറ്റ നോട്ട് ക്യാപ്പ് എങ്ങനെ കിട്ടുക? വൈ ബാർ മൈനസ് ബീറ്റ 1 ഇൻറ്റു എക്സ് ബാർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അടുത്തേലും ഉണ്ട്, പ്ലോട്ട് ദ സ്കാറ്റർ ഡയഗ്രാം, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ ടു പ്രെഡിക്റ്റ് വീക്കിലി സെയിൽ ഫോർ എക്സ്പെൻഡിച്ചർ. റിഗ്രഷൻ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല വൈ ഈക്വൽ ടു ബീറ്റ നോട്ട് ക്യാപ്പ് പ്ലസ് ബീറ്റ 1 ക്യാപ്പ് എക്സ്. എസ്റ്റിമേറ്റ് വീക്കിലി സെയിൽസ് വൺ കോസ്റ്റ് ആർ 35. നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ, വൈ ഈക്വൽ ടു ബീറ്റ നോട്ട് ക്യാപ്പ് പ്ലസ് ബീറ്റ 1 എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ചോദ്യത്തിൽ നമ്മൾ എന്ത് കൊടുക്കുക? എക്സിന് 35 ആവുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണെന്നും കൂടി എഴുതി നിർത്തണം. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ അത് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യണം. ഇനി ഇവിടെ നോക്കൂ, ഫോളോയിങ് ഡാറ്റ ആർ മാസ് റേറ്റ് ഓഫ് ബേണിംഗ് എക്സ് ആൻഡ് ഫ്ലെയിം ലെങ്ത് വൈ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദാറ്റ് വിച്ച് അപ്പിയർഡ് ഇൻ ആർട്ടിക്കിൾ. എക്സും വൈയും തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് പാരാമീറ്റർ ഓഫ് പവർ ഫങ്ഷൻ മോഡൽ. അപ്പോൾ നമുക്ക് എന്താണ് പവർ ഫങ്ഷൻ മോഡൽ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു ടേബിൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മൾ പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന് എക്സ്പെനൻഷ്യൽ ഫങ്ഷൻ, രണ്ടാമത്തെ പവർ ഫങ്ഷൻ, മൂന്നാമത്തെ ലോഗ് ഫങ്ഷൻ, നാലാമത്തെ റെസിപ്രോക്കൽ ഫങ്ഷൻ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? പവർ ഫങ്ഷനും ചോദിച്ചത് കണ്ടിട്ടുണ്ട്, റെസിപ്രോക്കലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ പവർ ഫങ്ഷന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ എക്സും വൈ അല്ലേ ടേബിളിൽ എടുക്കാറോ? അതിന് പകരം എക്സ് ഡാഷ് ആയിട്ട് ലോഗ് എക്സും വൈ ഡാഷ് ആയിട്ട് ലോഗ് വൈ എടുക്കാം.
എക്സ്പൊണൻഷ്യലാണ് വരുന്നതെങ്കിൽ അവിടെ എന്തെടുക്കുക, വൈ ഡാഷ് ഈക്വൽ ടു ലോഗ് വൈ. ഇനി ലോഗ് ഫംഗ്ഷനാണ് വന്നതെങ്കിൽ എക്സ് ഡാഷ് ഈക്വൽ ടു ലോഗ് എക്സ്. റെസിപ്രോക്കലാണ് വരുന്നതെങ്കിൽ എക്സ് ഡാഷ് ഈക്വൽ ടു 1/x. അതാണ് നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇവിടെ പവർ ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സ് ഡാഷ് ആയിട്ട് എടുക്കുക, ലോഗ് എക്സ്, വൈ ഡാഷ് ആയിട്ട് ലോഗ് വൈ. അതെല്ലാം എടുത്തു. ഇനി എന്താണ്, എനിക്ക് സാധാരണ പോലെ ചെയ്താൽ മതി. ഇക്വേഷനല്ലേ കിട്ടണ്ടോ, അതിന് β1 ക്യാപ്പും β0 ക്യാപ്പുമാണ് കിട്ടേണ്ടത്. അപ്പോൾ എക്സ് ഡാഷ് എഴുതി, വൈ ഡാഷ് എഴുതി, എക്സ് ഡാഷ് വൈ ഡാഷ് എഴുതി, എക്സ് ഡാഷ് സ്ക്വയർ എഴുതി. അതെല്ലാം ഇവിടെ എടുത്ത് എഴുതി. β1 ക്യാപ്പ് എന്താ, എസ് ഓഫ് എക്സ് വൈ ബൈ എസ് ഓഫ് എക്സ് എക്സ്. എസ് ഓഫ് എക്സ് വൈ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ എക്സും വൈ ഒക്കെ പോയിട്ട് അത് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. സാധാരണ ഇക്വേഷനിൽ എക്സും വൈ ഒക്കെ ഉള്ളിടത്ത് ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. എസ് ഓഫ് എക്സ് വൈയുടെ ഇക്വേഷൻ എന്താ, സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ബൈ എൻ. ആ എക്സും വൈ ഉള്ളിടത്തൊക്കെ ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ എസ് ഓഫ് എക്സ് വൈയിലുള്ളത്. അതേപോലെ തന്നെ എസ് ഓഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ. അവിടെയും എന്ത് കൊടുക്കുക, ഡാഷ് കൊടുക്കുക, അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. β0 ക്യാപ്പ് എങ്ങനെ കിട്ടുക, വൈ ബാർ മൈനസ് എക്സ് ബാർ β1 ക്യാപ്പ്. ഇവിടെയൊക്കെ ആ വൈക്ക് എസിനൊക്കെ ഒരു ബാർ ഉണ്ടെന്നുള്ളൂ. വൈ ഡാഷ് ബാർ എങ്ങനെ കിട്ടുക, സം ബൈ എൻ. എക്സ് ഡാഷ് ബാർ എങ്ങനെ കിട്ടുക, സം ബൈ എൻ. അങ്ങനെ എന്ത് കിട്ടി, β0 ക്യാപ്പും കിട്ടി. ഇനി അതിൽ ആൽഫ കാണാൻ ചോദിക്കുമ്പോൾ e⁻β0 ക്യാപ്പും കൂടി കണ്ടുപിടിച്ച് വയ്ക്കുക. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് റെസിഡ്യൂവൽ എന്നാണ്. അപ്പോൾ അതിൽ റെസിഡ്യൂവൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാണ് നല്ലത്. കാരണം ഇത് എക്സാം ഹോളിൽ നമുക്ക് ചെയ്താൽ തീരാവുന്ന ചോദ്യമല്ല. അപ്പോൾ ഈ പാർട്ട് ചെയ്യണ്ട. അതിനൊരു മാർക്കാണ് കൊടുത്തതെങ്കിൽ അത് ചെയ്യാൻ ഒരുപാടുണ്ട്. ഇനി അടുത്തത് എന്താ, വേറൊരു ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത് കണ്ടോ, 1/x. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഡാറ്റ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് പോളിത്തീൻ ഈസ് ലീനിയർ ഫംഗ്ഷൻ 10⁴/x. കണ്ടോ ആ ഫംഗ്ഷൻ എന്ത് വന്നു, 1/x എന്ന് പറഞ്ഞിട്ടുണ്ട്. 1/x വന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ് ഡാഷ് എന്തെടുക്കണ്ടേ, 10⁴/x ആയിട്ട് എടുക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം പോലെ. വൈ അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്, എക്സിന് മാത്രം ഒരു ഡാഷ് ഉണ്ടെന്ന് മാത്രം. പിന്നെ എന്താ കാണാം, β1 ക്യാപ്പ്. β1 ക്യാപ്പ് എന്താ, എസ് ഓഫ് എക്സ് ഡാഷ് വൈ ബൈ എസ് ഓഫ് എക്സ് ഡാഷ് എക്സ് ഡാഷ്. അങ്ങനെ എസ് ഓഫ് എക്സ് ഡാഷ് വൈ ഈക്വൽ ടു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ബൈ എൻ. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് ഓഫ് എക്സ് എക്സ് എന്ത് ചെയ്തു, സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ എൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സ് ഉള്ളിടത്തൊക്കെ ഡാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ β1 ക്യാപ്പും β0 ക്യാപ്പും എല്ലാം കണ്ടുപിടിച്ചു. വൈ ഈക്വൽ ടു β0 ക്യാപ്പ് പ്ലസ് β1 ക്യാപ്പ് എക്സ് ഡാഷ്. പിന്നെ അതിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എക്സ് 500 ആകുമ്പോൾ വൈ ക്യാപ്പിൻ്റെ വാല്യൂ എന്താണെന്ന്. നമുക്ക് ബൈ എക്സ് എന്നുള്ളിടത്ത് എന്തിട്ട് കൊടുത്താൽ മതി, 500 ഇട്ട് കൊടുത്താൽ മതി.